എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ്, അവരുടെ എന്താണ് ആ ശാസ്ത്രീയ വശം, അവർ നമ്മളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തരായിരിക്കുന്നത്, അവരെ എന്തുകൊണ്ട് നമ്മൾ ചേർത്ത് നിർത്തണം എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന അതാണ്, ആണും അല്ല പെണ്ണും അല്ലാത്തവര്. അപ്പൊ നമ്മളാണ് നോർമൽ എന്നുള്ള ആ ഒരു ചിന്ത ആദ്യം മാറ്റുക. നമ്മൾ ഒരു തരത്തിൽ ചിന്തിക്കുന്നവർ, വേറൊരു തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഈ ലോകത്തുണ്ട്. അവർ മൈനോറിറ്റി ആണെങ്കിൽ പോലും ഒരു ചെറിയ ശതമാനം ആളുകളെ ഉള്ളൂ. എന്നാലും അവർ ചിന്തിക്കുന്നതും നോർമൽ ആണ്, അവർ ചിന്തിക്കുന്നത് അബ്നോർമൽ അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഇനി ഞാൻ എന്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു തരാം. നമുക്ക് ഇപ്പൊ ഒരു കുഞ്ഞുണ്ടാവുമ്പോ നമ്മൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കും, അല്ലെ? അതെങ്ങനെയാണ് നമ്മൾ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ്, അതിന് സെക്സ് എന്ന് പറയും, അല്ലെ? നമ്മളെ സംബന്ധിച്ചിട്ട് ഈ സെക്സ് അല്ലെങ്കിൽ ജെൻഡർ, ഇപ്പൊ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒന്നുകിൽ സെക്സ് എന്നായിരിക്കും, അതിൽ മെയിൽ ഫീമെയിൽ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജെൻഡർ എന്നായിരിക്കും, അതിലും മെയിൽ ഫീമെയിൽ എഴുതിയിട്ടുണ്ടാവും. എത്ര പേർക്ക് അറിയാം ഈ സെക്സ് എന്നും ജെൻഡർ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണോ? അതാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ട ചിന്ത. സെക്സ്, ജെൻഡർ ഈ രണ്ട് പദങ്ങളും തുല്യമല്ല, ഇതിന് വലിയ വ്യത്യാസമുണ്ട്. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കുന്നത് തന്നെ. പക്ഷേ അത് എന്തൊക്കെ നോക്കിയിട്ടാണ് ചോദിക്കുന്നത്? ഒന്ന്, നിങ്ങളുടെ ക്രോമസോം, നിങ്ങളുടെ ജീനുകളിലുള്ള ക്രോമസോം. അത് 46XX ആണെങ്കിൽ നിങ്ങൾ സ്ത്രീയാണ്, സ്ത്രീയുടെ ക്രോമസോമാണ്. 46XY ആണെങ്കിൽ നിങ്ങൾക്ക് പുരുഷന്റെ ക്രോമസോമാണ്. അത് നിങ്ങളുടെ ക്രോമസോമൽ സെക്സ്. പിന്നെ നിങ്ങളെ എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്ന് പറയുക? നിങ്ങളുടെ അതായത് പ്രൈവറ്റ് പാർട്ടുകൾ, നമ്മുടെ അതായത് ഇപ്പോ സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ വജൈന, വൾവ, അല്ലെ, യോനി ഭാഗം ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്ടാണ്. ഒരു പുരുഷന്റെ പ്രൈവറ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃഷണങ്ങളും അതുപോലെ തന്നെ പീനിസ് എന്ന് പറയുന്ന ഭാഗവും. അപ്പൊ ഇതൊക്കെയാണ്, ഇത് രണ്ടും വെച്ചിട്ടാണ് ഒരു കുഞ്ഞ്, ജനിച്ചു വീണ ഒരു കുഞ്ഞ് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമ്മൾ പറയുന്നത്. ക്രോമസോം നമ്മൾ നോക്കാൻ പോകാറില്ല. നമ്മൾ ആ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്ട് നോക്കിയിട്ടാണ്, ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ നോക്കിയിട്ടാണ് അതൊരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് പറയുന്നത്. എന്നാൽ ജെൻഡർ എന്താണെന്നറിയോ? നമ്മളെ സംബന്ധിച്ച് ജെൻഡർ അത് തന്നെയാണ്, അല്ലെ? ആൺകുട്ടിയുടെ സ്വകാര്യ ഭാഗമുള്ളവർ ആൺകുട്ടി, പെൺകുട്ടിയുടെ ഉള്ളവർ പെൺകുട്ടി. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് അതല്ല. ജെൻഡർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി എന്താണോ തോന്നുന്നത്, അതാണ് ജെൻഡർ. ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, എനിക്കുള്ള സ്വകാര്യ ഭാഗങ്ങളെല്ലാം സ്ത്രീയുടെയാണ്, എന്റെ ക്രോമസോം 46XX ആണ്. എന്നാൽ എനിക്ക് തോന്നുകയാണ്, വേറെ ആൾക്ക് തോന്നുന്നതല്ല, എനിക്ക് തോന്നുകയാണ് ഞാൻ ഒരു പുരുഷനാണ്, എനിക്കൊരു പുരുഷന്റെ രീതിയിലാണ് എനിക്ക് ജീവിക്കാൻ താല്പര്യം എന്ന് എനിക്ക് തോന്നിയാൽ അതാണ് എന്റെ ജെൻഡർ. മനസ്സിലായോ? അപ്പോൾ ജെൻഡറും സെക്സും ഒന്നല്ല. സെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്രോമസോം നോക്കിയിട്ടും നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങൾ നോക്കിയിട്ടും മറ്റുള്ളവർ നിങ്ങൾക്ക് പറയുന്ന സെക്സ് ആണ്. മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങളോട് പറയണം നിങ്ങളൊരു ആണാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പെണ്ണാണ്, അതാണ് സെക്സ്. എന്നാൽ ജെൻഡർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് പറയുന്നത് എന്താണ്, അങ്ങനെയുണ്ട്. അപ്പോ ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സ്ത്രീയായി തന്നെയാണ് ഞാൻ എന്റെ മനസ്സിനെ എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്റെ സെക്സും എന്റെ ജെൻഡറും രണ്ടും ഒരുപോലെയാണ്, സിങ്ക്രണൈസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ എന്ത് വിളിക്കാം? സിസ് ജെൻഡർ എന്ന് വിളിക്കുന്നു. അതായത് മറ്റുള്ളവർ എന്റെ സ്വകാര്യ ഭാഗങ്ങൾ നോക്കി, ഞാനൊരു കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ എന്റെ സ്വകാര്യ ഭാഗങ്ങൾ നോക്കി എന്നോട് പറഞ്ഞു നീ ഒരു പെണ്ണാണ്, എനിക്കും തോന്നുന്നു ഞാനൊരു പെണ്ണാണ്. അത് അപ്പോൾ എന്റെ സെക്സും എന്റെ ജെൻഡറും രണ്ടും കൈകോർത്തിരിക്കുന്നു. അതുകൊണ്ട് എന്നെ സിസ് ജെൻഡർ എന്ന് പറയുന്നു. എന്നാൽ ചില ആളുകൾക്ക്, ഇപ്പൊ എന്നെ പോലെ തന്നെ ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് വെക്കും, അവർക്ക് അവരുടെ സ്വകാര്യ ഭാഗങ്ങളും അവരുടെ ക്രോമസോമും 46XX ആണ്, അവർ സ്ത്രീയാണെന്ന് സമൂഹം അവരോട് പറഞ്ഞു. എന്നാൽ അവർക്ക് തോന്നുകയാണ് ഞാൻ ഒരു പുരുഷനാണ്. അതായത് അവരുടെ സെക്സും അവരുടെ ജെൻഡറും തമ്മിൽ കൈകോർക്കുന്നില്ല, അവിടെ ഒരു വടംവൽ നടക്കുകയാണ്. സെക്സ് ഒന്ന് പറയുന്നു, ജെൻഡർ വേറൊന്ന് പറയുന്നു. അതായത് അവർക്ക് തോന്നുന്നത് ഞാനൊരു പെണ്ണാണെങ്കിൽ എനിക്ക് പെണ്ണല്ല, ഞാൻ ആണാണെന്ന് തോന്നുന്നു. നേരെ തിരിച്ചും ആണായ ഒരാൾക്ക് തോന്നുന്നത് ഞാനൊരു പെണ്ണാണ്, എനിക്ക് സ്ത്രീയുടെ ശീലങ്ങളാണ് എനിക്ക് കൂടുതൽ താല്പര്യം, ഞാൻ ഒരു പെണ്ണായി ജീവിക്കാൻ താല്പര്യപ്പെടുന്നു. അവിടെ ഇത് രണ്ടും തമ്മിൽ ചേരുന്നില്ല. ഇങ്ങനെയുള്ള ആളുകളെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെയൊക്കെ വിചാരം ഈ സിസ് ജെൻഡർ, അതായത് സെക്സും ജെൻഡറും ഒരുമിച്ച് പോകുന്ന ആൾക്കാരുകൾ മാത്രമാണ് നോർമൽ, ഇത് വേറെ രീതിയിൽ പോകുന്ന ആൾക്കാരുകൾ അബ്നോർമൽ ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അബ്നോർമൽ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഇത് അബ്നോർമൽ അല്ല. ഇത് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിന്റെ ഉത്തരങ്ങൾ അറിയില്ല. കാരണം ഒരു ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില ജനറ്റിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചില ഹോർമോണൽ വ്യതിയാനങ്ങളൊക്കെയാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് അതിന്റെ കാരണമായിട്ട് പറയുന്നത്. കാരണം എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഒരു വ്യക്തിക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡേഴ്സിനോട് നമ്മൾ ചെയ്യേണ്ട ഒരു മിനിമം മര്യാദ. അപ്പോ ഒരിക്കലും അവർക്ക് തോന്നുന്നതിനെ ഒരു അബ്നോർമലായിട്ട് നമുക്ക് തോന്നേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളൊരു ആണായ ഒരാൾക്ക് ആണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം. ആണായ ഒരാൾക്ക് എനിക്ക് സ്ത്രീയായിട്ടാണ് താല്പര്യം എന്ന് തോന്നുന്നെങ്കിൽ അത് അയാളുടെ കാര്യം. അയാൾക്ക് ആവശ്യമുള്ള പോലെ അല്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ സൗകര്യം എന്ന രീതിയിൽ ജീവിക്കാൻ സമ്മതിക്കുക. അപ്പൊ ഇതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സെക്സ്, ജെൻഡർ ഇത് രണ്ടും തമ്മിൽ കൈകോർത്ത് പോവാതിരിക്കുന്ന അവസ്ഥയാണ് ട്രാൻസ്ജെൻഡർ. ഇതിൽ തന്നെ ആണായി ജനിച്ച ഒരാൾക്ക്, ആണിന്റെ സ്വകാര്യ ഭാഗങ്ങളുള്ള ഒരാൾക്ക് പെണ്ണായി ജീവിക്കാനാണ് അദ്ദേഹം താല്പര്യം കാണിക്കുന്നതെങ്കിൽ അതിനെ ട്രാൻസ് വുമൺ എന്ന് പറയുന്നു. അതുപോലെ പെണ്ണായി ജനിച്ച ഒരാൾ
അവർക്ക് ആണായിട്ടാണ് ജീവിക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ ട്രാൻസ് മാൻ എന്ന് പറയുന്നു. അതായത് ട്രാൻസ്ജെൻഡറിൽ തന്നെ ട്രാൻസ് വുമണും ഉണ്ട്, ട്രാൻസ് മാനും. എന്താണ് ട്രാൻസ് സെക്ഷൽ? അതും അറിയില്ല ആർക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരാൾക്ക് ഇപ്പോ ആണായിട്ട് ജീവിച്ച ഒരാളാണ്, അവൾക്ക് പെണ്ണായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹം. അപ്പൊ എല്ലാ പെണ്ണുങ്ങളിലും ഉള്ള പോലെ തന്നെ അവർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാവും. പെണ്ണിനെ പോലെയുള്ള വേഷവിധാനം ചെയ്യണം, പെണ്ണിനെ പോലെയുള്ള ശരീര പ്രകൃതി അവർക്ക് വേണം. അതുപോലെ തന്നെ ഒരു പുരുഷനെ കല്യാണം കഴിച്ച് ജീവിക്കണം, ഒരു ഭാര്യയായിട്ട് ജീവിക്കണം, ഇവൾ ഒരു അമ്മയാവണം. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സ്ത്രീ ചിന്തിക്കുന്ന എല്ലാ ചിന്തകളും അവർക്കും ഉണ്ടാവും. അപ്പൊ പലപ്പോഴും ഇതിനായിട്ട് രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് ഈ ആഗ്രഹങ്ങൾ വളരെ തീവ്രമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഒരു സ്ത്രീ ജീവിക്കുന്ന പോലെ ജീവിക്കാനായിരിക്കും ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? അവർക്ക് സ്ത്രീയെ പോലെ ആവാൻ ചില ചികിത്സാ രീതികൾ അത്യാവശ്യമാണ്. അങ്ങനെ ചികിത്സാ രീതികൾ അവലംബിച്ചുകൊണ്ട് ഒരു ആണായ ഒരാൾ പെണ്ണായി മാറുന്നതിനെയാണ് ട്രാൻസ്സെക്ഷൽ എന്ന് പറയുന്നത്. അതായത് അവർ പല ചികിത്സാ രീതികളുടെയും സഹായം കൊണ്ട് ആണായ ഒരാൾ പെണ്ണായിട്ട് ജീവിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ഒരു സ്ത്രീയുടെ ശരീരവും വേഷവിധാനങ്ങളും അങ്ങനെയുള്ള സ്വഭാവത്തിലേക്കും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. അത് അവർക്ക് തന്നെ സാധിക്കുകയില്ല. അവർക്ക് അതിന് പല രീതിയിലുള്ള മെഡിക്കൽ ഹെൽപ്പും ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ആ മെഡിക്കൽ ഹെൽപ്പ്? അത് ഹോർമോണൽ തെറാപ്പി ഉണ്ട്, സൈക്കാട്രിക് കൗൺസിലിംഗ് ഉണ്ട്, പല സമയത്തും സർജറികളും ഉണ്ട്. ഇപ്പോൾ ആണായിട്ട് ജനിച്ച ഒരാൾക്ക് പെണ്ണായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ പെണ്ണിന്റെ ശരീരത്തിലുള്ള ഹോർമോണുകൾ ആവശ്യമാണ്. അങ്ങനെയെങ്കിലാണ് അവർക്ക് ഇപ്പൊ പെണ്ണിനെ പോലെയുള്ള മാറിടങ്ങളും അതുപോലെ പെണ്ണിനെ പോലെയുള്ള ശരീര പ്രകൃതിയും ആ ഒരു രൂപഭംഗിയും അതുപോലെയുള്ള സൗണ്ടും അങ്ങനെ അവരുടെ സ്വഭാവങ്ങളും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോൺസ്, അതായത് ആണിന്റെ ശരീരത്തിലെ ഹോർമോണുകൾ കുറച്ച് പെണ്ണിന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണുകൾ അവരിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു പെണ്ണായിട്ട്, ഒരു പൂർണ്ണതയെത്തിയ ഒരു പെണ്ണായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. അത് മാത്രം മതിയോ? പോരാ. അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ, ഒരു ആണിന്റെ സ്വകാര്യ ഭാഗമായിരിക്കും അവർക്കുള്ളത്. അപ്പൊ ആ സ്വകാര്യ ഭാഗങ്ങൾ മാറ്റി ഒരു സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളാക്കിയാൽ മാത്രമേ അവർക്കൊരു വിവാഹ ജീവിതമൊക്കെ സാധ്യമാവുകയുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള രണ്ട് തരം ട്രീറ്റ്മെന്റുകളാണ് ആവശ്യം. ഒന്ന് ഹോർമോണൽ ട്രീറ്റ്മെന്റ്, അത് ലൈഫ് ലോങ് എടുക്കേണ്ടതുണ്ട്, പെട്ടെന്ന് എടുത്താൽ മാറുന്നതല്ല. കാരണം ഒരു ജീവിതകാലം മുഴുവൻ അവർ സ്ത്രീ ആയിട്ടാണ് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത്, അവർക്ക് ജീവിതകാലം മുഴുവൻ ഹോർമോൺസ് എടുക്കേണ്ടതുണ്ട്. ഒരിക്കലും ഇത് സ്വന്തം ചികിത്സിക്കരുത്. ഇങ്ങനെയുള്ള ആളുകൾ ഒരു ഡോക്ടറെ, പ്രത്യേകിച്ച് ഒരു എൻഡോക്രിനോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം അവരുടെ ഗൈഡൻസോട് കൂടി മാത്രം ഇതെടുക്കുക. കാരണം ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഒരിക്കലും കളിക്കാനുള്ള സംഗതിയല്ല, പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് അവരുടെ ഗൈഡൻസോട് കൂടി മാത്രം അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ എന്താണ് വേണ്ടത്? സെക്ഷൽ റീഅസൈൻമെന്റ് സർജറി. അതായത് ആണായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ മാറ്റി ഒരു സ്ത്രീയുടെ യോനിയും അങ്ങനെയുള്ള വജൈന അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. സ്ത്രീ ആയിട്ടുണ്ടാക്കിയ ഒരാൾ പുരുഷനായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ യോനിയും സാധനങ്ങളെല്ലാം അങ്ങനത്തെ സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങളെല്ലാം മാറ്റി ഒരു പുരുഷന്റേതായിട്ടുള്ള വൃഷണങ്ങളും അതുപോലെയുള്ള പെനീസ് അതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്നു. ഇതും വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സർജറികളാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ ഒരു ട്രീറ്റ്മെന്റ് വളരെയധികം കോസ്റ്റ്ലിയാണ്, വളരെയധികം ചെലവുള്ളതാണ്. അപ്പോ പലപ്പോഴും നമ്മൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ അവരെ പലപ്പോഴും ലൈംഗിക തൊഴിലാളികളായിട്ട് നമ്മൾ തരം താഴ്ത്തി കാണാറുണ്ട്. അല്ലെങ്കിൽ അവർ ഭിക്ഷാടനം ചെയ്യുന്നു. പലരും പറഞ്ഞു കേട്ടു അവരുടെ സ്വഭാവം നന്നാക്കി കഴിഞ്ഞാൽ അവര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. അവരുടെ സ്വഭാവം ഇങ്ങനെയുള്ള ഒരു ആൾക്കാർക്ക് നിങ്ങൾ ഒരു ജോലി കൊടുക്കുമോ? അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അവരെ അംഗീകരിക്കും? അവരോട് പലപ്പോഴും ഒന്ന് ചിരിക്കാൻ പോലും നമ്മൾ മടിക്കും. അവർക്ക് ജോലി കൊടുക്കില്ല, അവർക്ക് ഒരു താമസിക്കാൻ ഒരു റെന്റിന് വീട് കൊടുക്കില്ല, ഒന്നും അവരെ ഒരു തരത്തിലും സഹായിക്കില്ല. നമ്മൾ അവരെ ആട്ടിയകറ്റാ ചെയ്യുന്നത്. ഇപ്പൊ കുറെ വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മുടെ മെട്രോയിലൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി കൊടുത്തു. എന്നാൽ പോലും സാധാരണ ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമൂഹം ഇപ്പോഴും അവരോട് മുഖം തിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് എവിടെ നിന്നാണ് പൈസ? അങ്ങനെ ഗതി കെട്ടിട്ടായിരിക്കും അവർ പലരും ഇങ്ങനെയുള്ള ലൈംഗിക വൃത്തികളിലേക്ക് തിരിയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈംഗിക വൃത്തികളിലൂടെ പണം സമ്പാദിച്ചിട്ട് അവർക്ക് ഇങ്ങനെയുള്ള പല ട്രീറ്റ്മെന്റും നടത്തി അവർക്ക് പൂർണ്ണമായ ഒരു സ്ത്രീയാവാനായിരിക്കും അവരിതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ആരും സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ മനസ്സ് സമ്മതിച്ചിട്ടൊന്നും ആയിരിക്കില്ല ഇങ്ങനെ ചെയ്യുന്നത്. അവനവന്റെ ഗതികേട് കൊണ്ടായിരിക്കും പലപ്പോഴും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഞാൻ ഇതിന്റെ ഡോക്ടർമാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എത്രത്തോളം അത്രയോ അവർ ഈ ചൂഷണത്തിന് വിധേയരാവുന്നത്. സെക്ഷൽ ചൂഷണം മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ വളരെയധികം വില പിടിപ്പുള്ള ട്രീറ്റ്മെന്റുകളാണ്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിലൊന്നും ഇപ്പൊ ഞാൻ വായിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് തോന്നുന്നത്, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഒരു സർജറി നടന്നു. ആകെ ഒരു സർജറിയാണ് ഇപ്പോൾ ഇങ്ങനെ നടന്നിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റിൽ ഇതിനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ ക്ലിനിക്കുകൾ നമ്മൾ ഗവൺമെന്റ് സെക്ടറുകളിൽ തുടങ്ങണം. അതുപോലെ ഇവർക്കുള്ള ചികിത്സ കുറച്ചെങ്കിലും ഒന്ന് പൈസ കുറച്ച് അവർക്ക് താങ്ങാവുന്ന ഒരു അവസ്ഥയിൽ ഈ ഹോർമോണൽ ട്രീറ്റ്മെന്റും സെക്ഷൽ റീഅസൈൻമെന്റ് സർജറീസ് ഒക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. ഇന്നത്തെ അവസ്ഥയിൽ അത് വളരെ പരിമിതമാണ്. ഗവൺമെന്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പലരുടെയും ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോഴേ ഗവൺമെന്റ് ഒന്നും ഇല്ല, ഞാൻ ഗവൺമെന്റിന് പറഞ്ഞത് എന്താ വെച്ചാൽ ഗവൺമെന്റ് ആണല്ലോ, നമുക്ക് പ്രൈവറ്റ് ആയാലും നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് ആശുപത്രിയുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഗവൺമെന്റ് ആണല്ലോ എല്ലാ പൗരന്മാരെയും ഒരുപോലെ കണ്ട് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത്. അപ്പൊ പല ആൾക്കാരും പറഞ്ഞു കേട്ടു, ചില ഗവൺമെന്റ് ആശുപത്രികളൊക്കെ പോയപ്പോൾ അവർക്ക് ഒരു പാരസ്റ്റമോൾ പോലും കൊടുക്കാതെ അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. അങ്ങനെയാണ് നമ്മുടെ സമൂഹം പലപ്പോഴും അവരോട് പെരുമാറുന്നത്. അപ്പോൾ എന്റെ ഒരു
റിക്വസ്റ്റ് ആണ് ഗവൺമെന്റിനോട്. ഗവൺമെന്റ് ആശുപത്രികളിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മെഡിക്കൽ കോളേജുകളിലും ഇവരുടെ ഒരു ക്ലിനിക്ക് തുടങ്ങണം. ഇവർക്ക് വേണ്ട ഹോർമോണൽ ട്രീറ്റ്മെന്റ് വളരെ അവർക്ക് താങ്ങാവുന്ന ഒരു ചെലവിൽ ചെയ്തു കൊടുക്കണം. അവർക്ക് വേണ്ട സർജറികൾ, ഇങ്ങനെ സെക്ഷൽ സർജറീസും അവർക്ക് പറ്റുന്ന ഒരു അവസ്ഥയിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻഡോക്രൈനോളജി ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ അവർ പറയായിരുന്നു, നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് കോയമ്പത്തൂരും ബാംഗ്ലൂരാണ് ഇതിന്റെ സർജറീസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇവരുടെ കയ്യിലുള്ള പൈസ മുഴുവൻ പിടുങ്ങിയിട്ട് ഇങ്ങനെയുള്ള പല ഹോസ്പിറ്റലുകളും അവർക്ക് സർജറി ചെയ്തു എന്നുള്ള പേരിൽ ഇവർക്ക് അറിയില്ലല്ലോ എന്താണ് ചെയ്യുന്നതെന്ന്. എന്തോ ഒരു സർജറി ചെയ്തു എന്നുള്ള പേരിൽ ഇവരെ വിടും. പക്ഷെ പലപ്പോഴും ഇപ്പൊ ആണിൽ നിന്ന് പെണ്ണാവാൻ വേണ്ടി ചെയ്ത ഒരു സർജറി അവരെന്തിനാ ചെയ്യുന്നത്? അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു സ്ത്രീയായിട്ട് ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ലൈംഗിക ബന്ധത്തിന് പറ്റുന്ന രീതിയിൽ അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ മാറ്റിയെടുക്കാനൊക്കെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അതിനൊന്നും പറ്റാത്ത രീതിയിൽ വളരെ വികൃതമായ ഒരു സ്വകാര്യ ഭാഗമാക്കിയിട്ടായിരിക്കും ഇത്ര അവരെ ഇങ്ങോട്ട് വിടുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു അജ്ഞത കാരണം അവരെ നല്ലപോലെ മെഡിക്കൽ രംഗത്തുള്ളവരും ചൂഷണം ചെയ്യുന്നുണ്ട്. കാര്യം അവരുടെ കയ്യിലുള്ള കാശൊക്കെ പിടുങ്ങിയിട്ട് അവർക്ക് ഒരു തരത്തിലും ഒരു ലൈംഗിക ജീവിതം പ്രാപ്യമല്ലാത്ത രീതിയിൽ അവരെ ആക്കി വിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു എക്സ്പ്ലോയിറ്റേഷൻ, ഈ ഒരു അവരെ ചൂഷണം നമ്മുടെ ഗവൺമെന്റ് തന്നെ ഇതിനൊരു മുൻകൈ എടുക്കണം. അല്ലെങ്കിൽ NGOs എങ്കിലും ഇതിനൊരു മുൻകൈ എടുത്തിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നമ്മൾ അതിനുള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി ഇതിന്റെ സോഷ്യൽ, അതായത് നിയമവശം പറയുകയാണെങ്കിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഗവൺമെന്റിലെ സോഷ്യൽ ജസ്റ്റിസ് ബോർഡ് ഉണ്ട് അത്രേ. അതിൽ ഇങ്ങനെയുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ അവർക്ക് TG കാർഡ് കിട്ടും, ട്രാൻസ്ജെൻഡർ കാർഡ്. ആ കാർഡ് മതി, അതായത് ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള എവിടെ തെളിയിക്കാനും അത് ധാരാളമാണ്. സോഷ്യൽ ജസ്റ്റിസ് ബോർഡിൽ നിന്ന് അത് ലഭ്യമാണ്. പിന്നെ നമുക്ക് പേര് മാറ്റണമെങ്കിൽ നമ്മൾ സാധാരണ പേര് മാറ്റുന്ന പോലെ തന്നെയാണ്. ഇപ്പോ ഒരു അനീഷ് എന്ന് പറയുന്ന ഒരു ആണിന് ട്രാൻസ്ജെൻഡർ ആയിട്ട് അവർക്ക് പെണ്ണായി മാറണം, അനീഷ എന്നാക്കണം എന്നുണ്ടെങ്കിൽ അത് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് അവർക്ക് അവരുടെ 10ാം ക്ലാസ്സിലും എല്ലാത്തിലും മാറ്റാവുന്നതാണ്. പക്ഷേ സെക്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും ശരിക്കും നിയമം പറയുകയാണെങ്കിൽ എന്നോട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുകൾ പറഞ്ഞത്, സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞത്, ശരിക്കും നമ്മുടെ സെക്സ് മാറ്റണമെങ്കിൽ അതിന് നമ്മുടെ സമ്മതം മാത്രം മതി ഇത്രയും. എനിക്കിപ്പോ എന്റെ സെക്സ് ഫീമെയിലാണ് എഴുതണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എഴുതണം എന്നാണ് നമ്മുടെ നിയമം. പക്ഷെ അതൊക്കെ പലപ്പോഴും നിയമം മാത്രമായിട്ട് നിൽക്കാറുണ്ട്, ഒരിക്കലും അതൊന്നും പ്രാവർത്തികമാവാറില്ല. അപ്പോൾ പലപ്പോഴും ഇവർ ചെയ്യുന്നത് ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, അതായത് ഇപ്പൊ ഒരു സർജറി ഒക്കെ കഴിഞ്ഞ ഒരു മെയിൽ ഫീമെയിൽ ആയ ഒരു വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹം ഫീമെയിൽ ആയി എന്നുള്ള ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു ഗസറ്റഡ് ഓഫീസർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റിന്റെ നോട്ടറി ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കൊരു ID കാർഡ് കിട്ടാനും അല്ലെങ്കിൽ ആധാർ കാർഡിലൊക്കെ നമുക്ക് നമ്മുടെ ഒരു മെയിൽ ഫീമെയിൽ ആയതാണെങ്കിൽ ഫീമെയിൽ എന്ന് പറയുന്ന ആ സെക്സ് തന്നെ നിങ്ങൾക്ക് അടിച്ചു കിട്ടും. അപ്പോൾ അതിന്റെ നിയമവശങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോഷ്യൽ ജസ്റ്റിസ് ബോർഡിൽ പോയി TG കാർഡ് നിങ്ങൾക്ക് വാങ്ങാം. അതുപോലെ ഗസറ്റിൽ പേര് മാറ്റാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് മാറ്റാം. സെക്സ് മാറ്റാൻ ഐഡിയലി നമുക്ക് ഒന്നിന്റെ ആവശ്യമില്ല, നമ്മൾ പറയുന്ന സെക്സ് എഴുതി തരണം എന്നാണ്. അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ ഒരു അഡ്വക്കേറ്റിന്റെ ഒരു നോട്ടറി ആയിട്ടുള്ള സർട്ടിഫിക്കറ്റോ ഒരു ഗസറ്റഡ് ഓഫീസർ സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്സ് മാറ്റാവുന്നതാണ്. പിന്നെ ഇനി എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് ലെസ്ബിയൻ ഗേ ഇതെന്താണെന്ന് കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. ഇപ്പോ ഇവര് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെയും ലെസ്ബിയൻ ഗേ ആൾക്കാരെയും ഒരിക്കലും ഒരുമിച്ച് കാണരുത്. ഇത് രണ്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഓക്കെ, ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരവും നമ്മുടെ ക്രോമസോമും, നമ്മുടെ ശരീരം ഒരു ആണാണെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മൾ പെണ്ണാണ്. ഓക്കെ, നമ്മളെ തന്നെ കാണുന്നത് ഓപ്പോസിറ്റ് സെക്സ് ആയിട്ടാണ്. അതാണ് ട്രാൻസ്ജെൻഡർ. എന്നാൽ ഗേ ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ അതല്ല, അത് അവരുടെ സെക്ഷുവൽ ഇൻട്രസ്റ്റ് ആണ്. അവരെ കാണുന്നത്, ഇപ്പോ ഞാനൊരു ലെസ്ബിയൻ ആണെന്ന് വെക്കൂ, ഞാൻ എന്നെ കാണുന്നത് സ്ത്രീയായിട്ട് തന്നെയാണ്. എന്നാൽ എന്റെ സെക്ഷൽ ഇൻട്രസ്റ്റ് ഇപ്പൊ ഞാനൊരു സ്ത്രീ ആണെങ്കിൽ എനിക്ക് നോർമലി നമ്മൾ ഇതേ പ്രശ്നം തന്നെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? ഞാനൊരു സ്ത്രീ ആണെങ്കിൽ എനിക്കൊരു പുരുഷനോടാണ് ലൈംഗിക താല്പര്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ അത് ഭൂരിപക്ഷം ആൾക്കാർക്കും അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അതിനെ നോർമൽ എന്ന് വിളിച്ചു. എന്നാൽ വളരെ ചെറിയ ഒരു ശതമാനം ആൾക്കാർക്ക് ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് വേറൊരു സ്ത്രീയോടാണ് ലൈംഗിക താല്പര്യം തോന്നുന്നത്. അപ്പോ ഇതാണ് ലെസ്ബിയൻ. അല്ലെങ്കിൽ ഞാനൊരാണാണ്, എനിക്ക് വേറൊരു ആണിനോടാണ് ലൈംഗിക താല്പര്യം തോന്നുന്നത്, അതാണ് ഗേ. അപ്പോൾ അത് ട്രാൻസ്ജെൻഡർ അല്ല. കാരണം ട്രാൻസ്ജെൻഡർ, ഇപ്പൊ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ, ഞാനൊരു സ്ത്രീ ആണെങ്കിൽ എനിക്ക് പുരുഷനായിട്ടാണ് എനിക്ക് എന്നെ കാണാൻ പറ്റുന്നത്, അതാണ് ട്രാൻസ്ജെൻഡർ. അപ്പൊ എന്നെ ട്രാൻസ് മാൻ എന്ന് വിളിക്കുന്നു. എന്നാൽ ഞാനൊരു ഗേ ആണെങ്കിൽ, ഞാനൊരു പുരുഷനാണ്, ഞാൻ എന്നെ പുരുഷനായിട്ട് തന്നെ കാണുന്നു, എന്നാൽ എന്റെ ലൈംഗിക താല്പര്യം വേറൊരു പുരുഷനോടാണ്, ഒരു സ്ത്രീയോടല്ല. അപ്പോൾ ലൈംഗിക താല്പര്യത്തിലുള്ള വ്യത്യാസത്തിലാണ് നമ്മൾ ലെസ്ബിയൻ ഗേ എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മളെ തന്നെ കാണുന്ന സെക്സിലുള്ള വ്യത്യാസത്തിലാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വളരെയധികം വ്യത്യസ്തമായ ടേമുകളാണ്, എല്ലാത്തിനെയും ഒരുപോലെ കാണരുത്. ഇനിയെങ്കിലും ഒരിക്കലും ഒരു ട്രാൻസ്ജെൻഡറിനെ കാണുന്ന സമയത്ത് നമ്മൾ മുഖം കുനിച്ച് നടക്കുകയോ അല്ലെങ്കിൽ അവരോട് പുച്ഛിച്ച് ചിരിക്കുകയോ കളിയാക്കി ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. അവരും നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ്. നമ്മൾ നോർമൽ എന്ന് നമ്മൾ അഹങ്കരിക്കുന്നു മാത്രമേ ഉള്ളൂ, അവരും നോർമൽ തന്നെയാണ്. കാര്യം ഇതൊക്കെ ഒരു സ്പെക്ട്രത്തിന്റെ പല ഭാഗങ്ങളാണ്. നമുക്ക് ഒരു കളറും തന്നെ, ഇപ്പൊ ഒരു നീല എന്ന് പറയുന്ന കളറിന് തന്നെ പല കടും നീലയുണ്ട്, ഇളം നീലയുണ്ട്, അങ്ങനെ നമ്മൾ പറയാറില്ല, ഇൻഡിഗോ, നേവി ബ്ലൂ, സ്കൈ ബ്ലൂ, അതെന്ന് പറയുന്ന പല സ്പെക്ട്രമാണ് ഒരു നിറം. അതുപോലെ തന്നെയാണ് സെക്ഷുവാലിറ്റിയുടെ പല സ്പെക്ട്രമാണിത്. എല്ലാം നോർമൽ തന്നെയാണ്. ഒരിക്കലും അവരെ ആട്ടിയതറ്റാതിരിക്കുക. അവർക്ക് വേണ്ടി കൂടുതലായിട്ട് നമ്മൾ ശക്തിയായി ഉയർത്തി സംസാരിക്കുകയാണ് വേണ്ടത്. അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത്. അവരെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്.